ഏറ്റവും നല്ല പാട്ടുകാരനാരെ കൂട്ടത്തില്? പേര് പറഞ്ഞാൽ മതി, ആളെ കാണണ്ട. സജീർ. അപ്പൊ നമ്മളിവിടെ ഒരു പാട്ട് മത്സരം നടത്താന്ന് വിചാരിക്കും. ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക? ആള് മാറിയോ? സജീർ ആയിക്കോട്ടെ. എന്നാ പിന്നെ മത്സരം നടത്തണ്ടല്ലോ. കാരണം ഫസ്റ്റ് ആർക്കേ കിട്ടുള്ളൂ? സജീർ. അപ്പൊ പിന്നെ മത്സരത്തിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ പറയാം, നമ്മള് മത്സരം നടത്തും, എന്നിട്ട് ആർക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കും? ആൾക്കാർ പറയാറുണ്ടല്ലോ, ഒക്കെ പടച്ചവൻ മുൻകൂട്ടി തീരുമാനിച്ചു, അറിഞ്ഞു, ഉദ്ദേശിച്ചു, എന്നിട്ട് മനുഷ്യരങ്ങനെ ഭൂമിയിലേക്ക് പടച്ചു വിടുക, പിന്നെ അതിനനുസരിച്ച് സ്വർഗവും നരകവും കൊടുക്കുക. അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? ഉണ്ടോ ഇല്ലേ? അപ്പൊ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടോ? ചോയ്സ് എന്നാണല്ലോ നമ്മുടെ വിഷയം, അല്ലേ? ആണോ അല്ലേ? 2000-ന് മുൻപ് ജനിച്ചവരുണ്ടോ ഇക്കൂട്ടത്തിൽ? 1999 ജനിച്ചവരാരുമില്ലല്ലോ. ഒക്കെ 2000 കിഡ്സ് ആണ്. 2000-ന് മുൻപ് ജനിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ടോ? വാപ്പാനും ഉമ്മാനും തിരഞ്ഞെടുക്കാനോ? ഇല്ല. ഏത് ഭാഷ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ഏത് മദ്രസയിലാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ടോ? മിണ്ടായിരുന്ന ഞാനും പെട്ടെന്ന് പോകും, എനിക്ക് നല്ല തിരക്കുണ്ട്. നിങ്ങൾ കൂടി തന്നാലേ അങ്ങനെ നേടുള്ളൂ. പിന്നെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ മൊബൈല് ചാർജിലിട്ടൊക്കെയാണ്, അപ്പൊ ചാർജ് കയറുന്നവരെന്തായാലും ഇവിടെ ഇരിക്കലോ. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാ? എന്തൊക്കെയാ സ്വാതന്ത്ര്യമുള്ള വിഷയങ്ങൾ? അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ രണ്ടായിട്ട് തിരിക്കാം: സ്വാതന്ത്ര്യമുള്ളതും സ്വാതന്ത്ര്യമില്ലാത്തതും, അല്ലേ? ഈ സെഷൻ കഴിയുന്നത് വരെ കുറെ ആളുകൾ ഇത് കൂടെ ഇങ്ങനെ നടക്കും, പക്ഷെ അവരൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾ എന്നെ മാത്രം നോക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണോ നമ്മുടെ വിശ്വാസം, ഇല്ല എന്നാണോ വിശ്വാസം? ചില കാര്യങ്ങളിലുണ്ട്, അങ്ങനെ തന്നെയല്ലേ? അല്ല. നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു വിഷയം, ഇപ്പോൾ ഈ സംസാരം തുടരാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിർത്താനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. തുടരുക എന്ന ഒരു കാര്യം ഞാൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാനിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതെന്റെ സ്വാതന്ത്ര്യമല്ലേ? ഇതില് അള്ളാഹു ഇടപെടുമോ? ഇടപെടുവോ? ശരിക്കും ഇടപെടും. അപ്പൊ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ലല്ലോ. ഒരു സിനിമയ്ക്ക് ഒരാൾ തിരക്കഥ എഴുതി, ഒരു നാടകത്തിന് ഒരാൾ തിരക്കഥ എഴുതി, എന്നിട്ട് കുറെ അഭിനേതാക്കളോട് അതുപോലെ അഭിനയിക്കാൻ പറഞ്ഞു. ഈ അഭിനേതാക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഡയലോഗ് മാറ്റി പറയാൻ? ഉണ്ടോ? അപ്പോൾ അഭിനേതാക്കൾക്ക് എന്തില്ല? സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? അതിന്റെ അർത്ഥം എന്താ? മനസ്സിലാവുണ്ടോ? വിധി വിശ്വാസം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു വിഷയമായിട്ടല്ല നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, ആണോ അല്ലേ? തിരഞ്ഞെടുപ്പ് എന്നൊരു വിഷയം പ്രമേയമാകുമ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ചോദ്യം നമുക്കതുണ്ടോ എന്നാണ്. അള്ളാഹു നമുക്കത് നൽകിയിട്ടുണ്ടോ എന്നാണ്. ഏതൊരു വിഷയത്തിലും രണ്ട് എക്സ്ട്രീം സൈഡിലും ആൾക്കാരുണ്ടാവും. ഏത് വിഷയങ്ങൾ എടുത്തു നോക്കൂ, എന്തെടുത്താലും ഉണ്ടാവും. നിങ്ങൾ എന്നെ തന്നെ നോക്കണം, നിങ്ങൾ വേറെ എവിടെയും നോക്കാൻ പറ്റൂല. വിധിവിശ്വാസത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല, എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഫുള്ള് ആരുടെ സ്വാതന്ത്ര്യമാണ്? നമ്മുടെ സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തേത്, അള്ളാഹ് എല്ലാം തീരുമാനിച്ചു, നമുക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. ഈ രണ്ട് ചിന്താഗതിയും പിഴച്ച ചിന്താഗതികളാണ്.
അള്ളാഹുവിന് തീരുമാനമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഖദരിയത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ വേറെ എവിടേക്കൊക്കെ നോക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കോങ്കണ്ണുണ്ടോ? ആ അപ്പോൾ അതാണ് ഖദരിയത്ത്. രണ്ടാമത്തെ ഒരു ടീം എന്തിനെ നിഷേധിച്ചു? മനുഷ്യനെന്തില്ല? സ്വാതന്ത്ര്യം. എല്ലാവരും തീരുമാനിക്കുന്ന പോലെയാണ്. അള്ള സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മളെ കൊണ്ട് പാവ കളിപ്പിക്കുകയാണ്. നമുക്ക് എന്തില്ല? യാതൊരു ഫ്രീഡും ഇല്ല. ആ ടീമിൻ്റെ പേരാണ് ജബരിയത്ത്. ഒന്ന് പറയ്. ഇത് രണ്ടും തെറ്റല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യവുമുണ്ട്, അള്ളാഹുവിന് തീരുമാനമുണ്ട് അല്ലേ? ഉറപ്പിച്ചോ? പക്ഷേ നമുക്ക് മനസ്സിലായോ എങ്ങനെയാന്ന്? അള്ളാഹ് ഒക്കെ തീരുമാനിക്കുന്നുണ്ട്, നമുക്ക് എന്തുണ്ട്? മനസ്സിലായോ എങ്ങനെയാന്ന്? നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റെഡി അല്ലേ? എല്ലാ കാര്യവും അള്ളാഹ്ക്ക് അറിയാം അല്ലേ? അല്ലേ? അറിയില്ലേ? നിങ്ങൾ 100 വർഷം മുൻപ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചിരുന്നത് എങ്കിൽ, ഒരു സായിപ്പിൻ്റെയും മദാമയുടെയും മകനായിട്ടാണ് ജനിച്ചിരുന്നത് എങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു എന്ന അറിവ് ആർക്കുണ്ട്? അള്ളാഹുവിന് എല്ലാ മുംകിനാത്തുകളെ കുറിച്ചുമുള്ള അറിവുണ്ട്. നമ്മൾ 100 വർഷം കഴിഞ്ഞിട്ട് ഒരു തമിഴ് മാതാപിതാക്കളുടെ മകനായിട്ടായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന അറിവ് ആർക്കുണ്ട്? ഇല്ലേ? എല്ലാ അറിവും അള്ളാഹുവിനുണ്ട്. അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ വിജയത്തെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര് ജയിക്കും, എത്ര പേര് തോൽക്കുമെന്ന് അറിയില്ലേ? അറിയണ്ടാവില്ലേ? അവരറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജയിക്കണത്. കാരണം അറിവ് എന്ന് പറയുന്നത് ഒന്നിനെയും നിയന്ത്രിക്കാത്തൊരു കാര്യത്തെ മാത്രമേ എന്തെന്ന് വിളിക്കൂ. മറ്റേത് തീരുമാനമല്ലേ. അറിവ് അറിവാകണമെങ്കിൽ അതൊന്നിനെയും നിർബന്ധിക്കാൻ പാടില്ല. അറിയണ കാര്യം എഴുതി വെക്കണത് പ്രശ്നമാണോ? എനിക്കൊരു കാര്യം അറിയാമെങ്കിൽ ഞാൻ എഴുതി വെച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഉസ്താദ് ഡയറിയിൽ എഴുതി വെച്ചു ഇത്ര കുട്ടികൾ ജയിക്കും, ഇത്ര കുട്ടികൾ തോൽക്കും. കുറേ കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ റൂം വൃത്തിയാക്കുമ്പോൾ നമുക്ക് ആ ഡയറി കിട്ടി. ആ ഡയറി നോക്കിയപ്പോൾ വെറുതെ അല്ല ഞാൻ തോറ്റത്, ഇതിൽ ഉസ്താദ് എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ഞാൻ തോക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നു എന്നത് പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അറിയണത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അറിയണത് എഴുതി വെച്ചാൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? കാരണം അറിവ് ഒന്നിനെയും നിയന്ത്രിക്കുന്നില്ല. നിയന്ത്രിക്കുന്ന ഘടകം ഉദ്ദേശമാണ്, ഇറാദത്താണ്. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? ഇറാദത്താണ്. അള്ളാഹു കേവലം അറിയുക മാത്രമാണോ ചെയ്യുന്നത്? ഈ ലോകത്ത് എന്ത് നടക്കണമെങ്കിലും ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കാതെ എന്തെങ്കിലും നടക്കുമോ? നടക്കൂല. അള്ളാഹു ഇന്നലെയാണ് ഉദ്ദേശിച്ചത്? മിഞ്ഞാന്നാണോ? എന്നാ ഉദ്ദേശിച്ചത്? ഖിദമിലേ അള്ളാഹു ഉദ്ദേശിച്ചു, പണ്ടേ അള്ളാഹു ഉദ്ദേശിച്ചു. അപ്പം നാളെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആരുദ്ദേശിച്ചു? അപ്പം നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുക? ഞാൻ ഈ സംസാരം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. സ്വാതന്ത്ര്യം ഇല്ല എന്ന് വിശ്വസിച്ചാൽ ആരായി പോകും? നേരത്തെ നമ്മൾ പറഞ്ഞ ജബരിയത്തായി പോകും. അത് തെറ്റല്ലേ? ഇഖ്തിയാർ എന്നാൽ, ഫ്രീ വിൽ എന്നാൽ 100% ഫ്രീ ആവണം. ഫോഴ്സ്ഡ് ഫ്രീ വിൽ ഉണ്ടോ? ഉണ്ടോ? അത് വൈരുദ്ധ്യല്ലേ? ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? 100%. ചില ഈ മറ്റേ വിധിവിശ്വാസം സംസാരിച്ചു കഴിഞ്ഞാൽ സംശയം ഒട്ടും തീരാതിരിക്കുക ഉസ്താദുമാർക്കായിരിക്കും. അവരിങ്ങനെ പറയും, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇഖ്തിയാറിൽ അള്ളാഹ്ക്ക് റോളില്ല എന്നാണോ? അത് അള്ളാഹിനെ ചെറുതാക്കല്ലേ? ഇവരല്ലേ അള്ളാഹുവിനെ ചെറുതാക്കുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ലോകത്ത് 80 മില്യൺ സ്പീഷീസ് ജന്തുക്കളിലുണ്ട്. അദൃശ്യ ജീവികളിൽ അതിലേറെ ഉണ്ടാകാം. അതിൽ 2 സ്പീഷീസിന് ഇഖ്തിയാർ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല എന്നല്ലേ ഇപ്പോൾ ഇവർ പറയണതിൻ്റെ അർത്ഥം? നമുക്ക് കളഞ്ഞിട്ട് ഇഖ്തിയാറാ? നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാ? പഠിച്ചവൻ തന്നല്ലേ? അല്ല, ഏതാ പവർ കൂടുതൽ? നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ട് അഭിനയിക്കലാണോ? അഭിനയിക്കാനുള്ള ഫുൾ ഫ്രീഡം കൊടുത്തിട്ട് അവരെന്താണോ അഭിനയിക്കുക അത് മുൻകൂട്ടി എഴുതി ആരും കാണാതെ എടുത്തു വെക്കലാണോ? ഏതാണ് പവർ? രണ്ടാമത്തെ അല്ലേ? അപ്പോൾ അള്ളാഹനെ ആരെ ചെറുതാക്കണത്? ഇവരല്ലേ? അപ്പോൾ ഫ്രീ വില്ല് ഫ്രീ ആവണമെങ്കിൽ എന്താവണം? 100% ഫ്രീ ആവണം. ഫോഴ്സ്ഡ് ഫ്രീ വില്ലുണ്ടോ? ഇല്ല.
അത് വട്ടത്തിലുള്ള ത്രികോണം പോലെയാണ്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ത് സംഭവിക്കൂ? ഇവിടെ നടക്കൂ. അത് പോട്ടെ, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഈ സംസാരിക്കാനുള്ള ശേഷി എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? ആരാ നൽകുന്നത്? സമയാസമയങ്ങളിൽ അള്ളാഹുവാണ്. ഒക്കേഷണലിസം. കാരണങ്ങൾക്ക് കാര്യം നടത്താനുള്ള ഖുവ്വത്ത് സ്വന്തമായിട്ടുണ്ടോ? ഇല്ല. ഒക്കെ പ്രവൃത്തികൾ. ഒന്ന് എപ്പോഴും മറ്റൊന്നിൻ്റെ മുൻപ് വരുമ്പോൾ നമ്മളതിനെ കാരണമായി തെറ്റിദ്ധരിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അവൻ ചില കാരണങ്ങളെ കാരണങ്ങളാക്കുന്നു, ചിലതിനെ കാരണങ്ങളാക്കുന്നു. പടച്ചോൻ്റെ വലിയ അനുഗ്രഹമല്ലേ എല്ലാത്തിനും കാരണങ്ങൾ നൽകുക എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇപ്പം മരണത്തിന് കാരണങ്ങളുണ്ടല്ലോ. മരണത്തിന് കാരണമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ, അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സ് തരട്ടെ, ഞാനിപ്പോൾ മരിച്ചു വിചാരിക്കേ, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊന്നും ഒരു കാരണവും കണ്ടെത്തണില്ല. നിങ്ങളൊക്കെ കുടുങ്ങില്ലേ? കുടുങ്ങില്ലേ? അപ്പോൾ മരണത്തിനൊരു കാരണം വേണ്ടേ? പിന്നെ ജനസംഖ്യ ഇങ്ങനെ കൂടുകയാണ്, ജനങ്ങളുടെ ആയുസ് കൂടുകയാണ്. അപ്പം പിന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വേണ്ടി വരും. കാരണം ഒരു കാരണമില്ലാണ്ട് ആൾക്കാർ മരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തെങ്കിലും കാരണം വേണ്ടേ? അല്ലെങ്കിൽ ആത്മഹത്യയെയും കൊലപാതകത്തെയും വേർതിരിക്കാൻ പറ്റുമോ? കാരണമില്ലെങ്കിൽ, മരണത്തിന് കാരണമില്ലെങ്കിൽ. അപ്പോൾ മരണകാരണം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടോ? ചില വിഷയങ്ങളിലുണ്ട്, ചില വിഷയങ്ങളിൽ ഇല്ല. എന്തിനു മാത്രമാണ് ചില വിഷയങ്ങളിൽ നമുക്ക് ഫ്രീഡം ഉള്ളത്? ഉദ്ദേശിക്കാൻ മാത്രമാണ്. ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഈ സംസാരിക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ല. ഇങ്ങനെ പറയാമെന്ന് ഉദ്ദേശിച്ച് അതിനൊരു ശ്രമം നടത്താൻ മാത്രമേ എനിക്ക് കഴിയൂ. സംസാരിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹു. അപ്പോൾ ഒരു കള്ളുകുടിയൻ കള്ളു കുടിക്കുകയാണെങ്കിൽ ആ കള്ളുകുടി എന്ന കർമ്മത്തെ സൃഷ്ടിച്ചത് ആരാ? തർക്കണ്ടോ? പക്ഷെ ഉത്തരവാദിത്വം ആർക്കാ? അതെങ്ങനെയാ? അള്ളാഹല്ലേ അള്ളാഹ്ക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാതിരിക്കാമല്ലോ. അള്ളാഹ്ക്ക് അതിൻ്റെ ശേഷി ഇയാൾക്ക് കൊടുക്കാതിരിക്കാമല്ലോ. അള്ളാഹു അല്ലേ ആൾക്ക് കഴിവ് കൊടുക്കുന്നത്. പക്ഷേ ഉത്തരവാദിത്വം ഒരു നഴ്സ് ഒരു രോഗിയുടെ ചികിത്സാർത്ഥം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സിറിഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. സങ്കല്പിച്ചോ? അങ്ങനെ ഈ രോഗിയോട് വിദ്വേഷമുള്ള ഒരാൾ ആരും അറിയാതെ ഹോസ്പിറ്റലിൽ വന്ന് ആ സിറിഞ്ചിൽ വിഷം കലർത്തി. എന്നിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആരായിരിക്കും? നഴ്സാവും. സത്യത്തിൽ അയാളിൽ വിഷം കലർത്തിയത് ആരാ? നഴ്സല്ല, അയാളുടെ ശരീരത്തിൽ വിഷം എത്തിച്ചത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദി ആരാ? അവിടുത്തെ ക്രൈമിൻ്റെ ഉത്തരവാദി ആരാ? വിഷം സിറിഞ്ചിൽ കലർത്തിയ ആളാണ് അല്ലേ? ഇഞ്ചക്ഷൻ എടുത്തത് നഴ്സാകുമ്പോഴും ഉത്തരവാദി ആരാകുന്നു? അയാൾ അതിൽ കലർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇയാളുടെ ശരീരത്തിൽ ഒരിക്കലും വിഷം, അതല്ലേ അവിടുത്തെ കാരണം. അപ്പോൾ മനുഷ്യന് അള്ളാഹു നൽകിയ ഒരു ശേഷിയാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്, ഫ്രീ വിൽ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? മരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? മരണം നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നടക്കുക? ആക്സിഡൻറ്റ് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നടക്കുക? അല്ല. അപ്പോൾ നമുക്ക് ചില വിഷയങ്ങളിൽ എന്തിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകി? ഇഖ്തിയാറിനുള്ള സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ നമ്മുടെ മുൻപിൽ ഒരു ഗ്ലാസ് പാലുമുണ്ട്, ഒരു ഗ്ലാസ് മദ്യവുമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാം. നമുക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? ഏതോ ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് കരുതാനുള്ള ഫ്രീഡമുണ്ട്. കരുതിയതനുസരിച്ച് ശ്രമിക്കാൻ, കസ്ബ് ചെയ്യാനുള്ള ഫ്രീഡവുമുണ്ട്. പക്ഷെ എടുത്ത് കുടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ഇതാരാ നൽകുന്നത്? പക്ഷെ നമ്മൾ ഇതെടുത്ത് കുടിക്കാനുള്ള ശ്രമം നടത്തിയാലേ അള്ളാഹു എന്ത് നൽകൂ? എടുത്ത് കുടിക്കാനുള്ള കഴിവ് നൽകൂ. മദ്യം കുടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തിയത് എങ്കിൽ അള്ളാഹു എന്തിനുള്ള കഴിവ് നൽകും? പാല് കുടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തിയതെങ്കിൽ അള്ളാഹു എന്തിനുള്ള കഴിവ് നൽകും? അപ്പോൾ എന്താണ് കുടിക്കുന്നത് എന്നത് ആരുടെ ഉത്തരവാദിത്തത്തിലാണ്? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ?
മനസ്സിലാവേണ്ട ഉദാഹരണം പറഞ്ഞാൽ, ഒരു റൂം സങ്കല്പിച്ചു. അതിലൊരു കുട്ടിയുണ്ട്, ഒരു ബൾബുണ്ട്, ഒരു സ്വിച്ചുണ്ട്, ഒരു CCTV ക്യാമറയുമുണ്ട്. കുട്ടിയോട് പറഞ്ഞു, മോനെ രാത്രിയാകുമ്പോൾ സ്വിച്ച് ഇടണം, പകലാകുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കണം. ഇയാൾ എപ്പോഴൊക്കെ സ്വിച്ച് ഇടുന്നു അപ്പോഴൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്, എപ്പോഴൊക്കെ ഓഫാക്കുന്നു അപ്പോഴൊക്കെ. പക്ഷേ ആ സ്വിച്ചും ആ ബൾബും തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. പിന്നെ എങ്ങനെയാ ബൾബ് കത്തുന്നത്? സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെയാ? ഒരു CCTV ക്യാമറ ഇല്ലേ, അതിൻ്റെ CCTV റൂമിൽ വേറൊരു ജോലിക്കാരനുണ്ട്. അവിടെ റിയൽ സ്വിച്ച് ഉണ്ട്. ഈ കുട്ടി സ്വിച്ച് ഇടുന്നത് കണ്ടാൽ അയാൾ എന്ത് ചെയ്യും? യഥാർത്ഥ സ്വിച്ച് ഇടും. അപ്പോൾ എന്ത് കത്തും? പക്ഷെ ഈ കുട്ടി ഈ വ്യാജ സ്വിച്ച് ഇട്ടാലേ യഥാർത്ഥ സ്വിച്ച് ആരിടൂ? ജോലിക്കാരനിടും. ആരിട്ടപ്പോഴാണ് കത്തിയത്? ജോലിക്കാരൻ ഇട്ടപ്പോഴാണ് കത്തിയത്. പക്ഷെ ആരിട്ടത് കൊണ്ടാണ് കത്തിയത്? ഉത്തരവാദിത്തമാർക്കാ? കുട്ടിയോടുള്ള കൽപ്പന എന്താ? പകലിൽ ഓഫ് ചെയ്യണം, രാത്രി ഇടണം. അതനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തുകൂടെ? പ്രശ്നമുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ കസ്ബും അള്ളാഹു ഫേലിനെ ഹൽക്ക് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കുന്നു. ചില വിഷയങ്ങളിൽ നമുക്ക് എന്തുണ്ട്? ഇഖ്തിയാറുണ്ട്. ചില വിഷയങ്ങളിൽ ഇഖ്തിയാറില്ല. ഇഖ്തിയാറുള്ള വിഷയങ്ങളിൽ തന്നെ നമുക്ക് എന്തിനെ ഇഖ്തിയാറുള്ളൂ, അല്ല എന്തിനെ നമുക്ക് കഴിയൂ? നമ്മുടെ ഭാഗധേയത്വം എന്താ? എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനും അതനുസരിച്ചൊരു ശ്രമം നടത്താനും മാത്രമേ നമുക്ക് കഴിയൂ. ആ പ്രവൃത്തിയെ സൃഷ്ടിക്കുന്നത് ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. പക്ഷെ പാലാണ് ഞാൻ കുടിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. അറിവ് പ്രശ്നമുണ്ടോ? ഉസ്താദ് അറിഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടായോ? പക്ഷെ പാല് കുടിക്കണമെങ്കിൽ അത് ആര് മുൻകൂട്ടി ഉദ്ദേശിക്കണം? അള്ളാഹുവിൻ്റെ ഇറാദത്തും ഖുദ്റത്തും ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കൂല. ആരുദ്ദേശിക്കണം? അപ്പോൾ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ 100% എന്താവണം? ഫ്രീ ആവണം. അതിൽ തർക്കമില്ല. ഫോഴ്സ്ഡ് ഫ്രീ വിൽ എന്നത് വൈരുദ്ധ്യമാണ്, മുഹാലാണ്. ഇജ്തിമാഉൻ നഖ്ലൈന് പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഫ്രീ വില്ല് ഉണ്ട്, തർക്കമില്ല. പക്ഷെ അള്ളാഹു എല്ലാം ഖിദമിലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു? ഇത് മനസ്സിലാക്കാൻ ഉള്ള പ്രയാസമാണ് വിധിവിശ്വാസത്തിലെ പ്രശ്നം. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമുണ്ട്, റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് എളുപ്പം കിട്ടുമല്ലോ. സത്യത്തിൽ ഞാൻ 2024 എത്രാം തീയതിയാ? 3 നവംബർ 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോ 2:30 അടുക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കണം എന്ന് ആര് ഖിദമിലെ ഉദ്ദേശിച്ചിട്ടുണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സമാനിയായ തഖദ്ദും എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനാണ്, അല്ലേ? അള്ളാഹു ഉദ്ദേശിച്ചതിനാണല്ലോ ആദ്യം സംഭവിച്ചത്. പക്ഷേ വാഖിയിൽ തഖദ്ദും എന്തിനാണ്? നമ്മുടെ ഇഖ്തിയാറിനാണ്. നാം എന്തു ചെയ്യണമെന്ന് ഇഖ്തിയാർ ചെയ്യുന്നു. എന്താണ് നാം ഇഖ്തിയാർ ചെയ്യുക എന്ന് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു എങ്കിലത് ആ സമയം സംഭവിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു. ഒന്നുകൂടെ പറയും. നാം ഒരു കാര്യം ഇഖ്തിയാർ ചെയ്യുന്നു. പാല് കുടിക്കാം, കള്ള് കുടിക്കാം, ഇഖ്തിയാർ ചെയ്യുന്നു. 2024-ലോ 2025-ലോ എപ്പോഴെങ്കിലും. ഇത് പക്ഷെ ആർക്ക് മുൻകൂട്ടി അറിയാം? അറിയുന്നതിൽ തെറ്റുണ്ടോ? മുൻകൂട്ടി അറിയുന്നതിൽ തെറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവൻ ഇഖ്തിയാർ ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത ഈ കാര്യം എന്തു തിരഞ്ഞെടുക്കുമെന്ന് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു എങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നതിനെയാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹു അത് ഖിദമിലെ ഉദ്ദേശിച്ചു. ആ സമയത്ത് ഖിദമിലെയുള്ള ഖുദ്റത്ത് അതുമായി ബന്ധപ്പെടുമ്പോൾ ആ കർമ്മം നടക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസമുണ്ട്, അല്ലേ? പിന്നീട് നടക്കുന്ന ഒരു ഇഖ്തിയാർ അനുസരിച്ച് മനുഷ്യൻ എന്തു ചെയ്യുന്നു എന്ന് മുൻകൂട്ടി ഉദ്ദേശിക്കുക എന്നത് സമയബന്ധിതമായി മാത്രം ചിന്തിക്കാൻ കഴിയുന്ന നമ്മുടെ തലയിൽ ഒതുങ്ങാൻ കുറച്ച് പ്രയാസമാണ്. അതാണ് വിധിവിശ്വാസത്തിലെ പ്രശ്നം. പക്ഷെ അത് നമുക്ക് അത് നമ്മുടെ പരിമിതി മൂലമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും.
അത് നമ്മുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു എക്സിബിഷൻ ഹാൾ സങ്കല്പിച്ചോ. അവിടെ 10 റൂമുണ്ട്. നമ്മൾ 5ാമത്തെ റൂമിലെത്തി. നമ്മെ സംബന്ധിച്ച് ആദ്യത്തെ 4 റൂമും എന്താണ്? പാസ്റ്റാണ് അല്ലേ? ആദ്യത്തെ 4 റൂം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. 5ാമത്തെ റൂം എന്താണ്? പ്രസൻ്റാണ്. ഇനിയുള്ള 5 എന്താണ്? ഫ്യൂച്ചറാണ് അല്ലേ? പക്ഷേ ഈ റൂമുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ റൂഫ് ഓപ്പൺ ആണ്. ടോപ്പ് എന്താണ്? ഓപ്പൺ റൂഫ് എക്സിബിഷൻ, അങ്ങനെ പേര് കൊടുക്കാം. അങ്ങനെ മറ്റൊരാൾ ഹെലികോപ്റ്ററിലാണ് ഈ എക്സിബിഷൻ കാണുന്നത്. ഹെലികോപ്റ്ററിലാണ്. അയാളെ സംബന്ധിച്ച് ഈ 10 പ്രസൻ്റ് അല്ലേ? അല്ലേ? പക്ഷേ നടന്നുപോയി കാണുന്നവനെ സംബന്ധിച്ച് സമയം ബാധകമാണ്. ഹെലികോപ്റ്ററിൽ കാണുന്നവന് അത് ബാധകമല്ല. ഉയരം കൂടുമ്പോഴേക്കും താൽക്കാലികമായ ഈ കാലത്തിൽ മാറ്റം വന്നെങ്കിൽ കാലാതീതനായ അള്ളാഹുവിന് ഒക്കെ ഒരേപോലെയല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത് ഈ മേശയുടെ ഈ ഭാഗം കാണുന്നു, ആ ഭാഗം കാണണമെങ്കിലോ അവിടെ പോയി നോക്കണം. നമ്മുടെ പരിമിതിയാണ്. നമ്മൾ സമയബന്ധിതരും സ്ഥലബന്ധിതരുമാണ്. ഈ പരിമിതി ഇല്ലാത്ത ഒരാൾക്ക് 2 സൈഡ് ഒരുപോലെ കണ്ടൂടെ? എന്നതുപോലെ കാലപരിമിതി ഇല്ലാത്ത അള്ളാഹുവിനെ നമ്മൾ ഈ പ്രസന്റ് കാണുന്നതിനേക്കാൾ കൃത്യതയോടെ എല്ലാം കണ്ടൂടെ? അപ്പോൾ ഭാവിയിൽ മനുഷ്യൻ ഇഖ്തിയാർ അനുസരിച്ച് എന്തു തീരുമാനിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ അള്ളാഹു അതുപോലെ സംഭവിക്കട്ടെ എന്ന് മുൻകൂട്ടി ഉദ്ദേശിക്കുന്നതിലും തെറ്റില്ല. അതും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ഉറക്കം വന്നോ, വാഹനം കേടുവന്നോ, എതിരെ വരുന്ന വാഹനം വേഗത കൂട്ടിയോ വഴിതെറ്റിയോ നമ്മെ ഇടിച്ച് തെറിപ്പിച്ചാൽ അതിൽ നമുക്ക് ഫ്രീഡം ഉണ്ടോ? പക്ഷേ നമുക്ക് ഇഖ്തിയാറുള്ള വിഷയങ്ങളിലെ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ പരലോകത്തെ ബാധിക്കൂ. ആക്സിഡൻ്റ് ഉണ്ടായി അതുകൊണ്ട് സ്വർഗത്ത് പോവോ? ആക്സിഡൻ്റ് ഉണ്ടായി അതുകൊണ്ട് നരകത്ത് പോവോ? പക്ഷെ ആത്മഹത്യ ചെയ്തു, അതൊരു തെറ്റല്ലേ? കാരണം അതിൽ നമുക്ക് എന്തുണ്ട്? ഇഖ്തിയാറുണ്ട്. കുറഞ്ഞ വിഷയങ്ങളിൽ നമുക്ക് ഇഖ്തിയാറുള്ളൂ, കുറഞ്ഞ വിഷയങ്ങളിലേ ഉള്ളൂ. നമുക്ക് ഇഖ്തിയാറുള്ള വിഷയങ്ങളിലെ നമ്മുടെ പ്രവൃത്തികൾ മാത്രമേ നമ്മുടെ പരലോകത്തെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നു, മുൻകൂട്ടി അറിയുന്നു, പിൻകൂട്ടി അറിയുന്നു. മുന്നും പിന്നും ഇല്ലാത്തവൻ എന്ത് മുൻകൂട്ടി അല്ലേ? സമയം അവന് ബാധകമല്ല. അപ്പോൾ അല്ലാഹ് എല്ലാം അറിയണു. അതിൽ പ്രശ്നമുണ്ടോ? എന്താ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക? ഇനിയൊരാൾക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ശേഷി ഉണ്ടാവണം കേട്ടോ, ഒരാളുടെ സംശയം തീർക്കാൻ. എന്താ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക? മുൻകൂട്ടി അറിയുന്നത് വിജയത്തെ ബാധിക്കുന്നില്ല. എന്താ ഉദാഹരണം? ഉസ്താദ് നമ്മുടെ മാർക്ക് അറിയുന്നത് 10 കൊല്ലം പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ ചോദ്യപേപ്പർ കണ്ട ഉസ്താദ് പറയും ഇവന് ഇത്ര മാർക്ക് കിട്ടുന്നു. അതെന്തുകൊണ്ടാ? അവനെക്കുറിച്ച് അത്ര അറിവ് ഉസ്താദിന്. ചിലപ്പോൾ അത് തെറ്റും. കാരണം ഉസ്താദ് മനുഷ്യനാണ്, മാനുഷികമായ പരിമിതികളുണ്ടാവും. അള്ളാഹുവിന് പരിമിതികളുണ്ടാവും. പൂർണ്ണജ്ഞാനമുള്ള അള്ളാഹ്ക്ക് തെറ്റുമോ? അപ്പോൾ അറിഞ്ഞു എന്നതൊരിക്കലും വിജയത്തെ ബാധിക്കുന്നില്ല. അറിഞ്ഞത് 4-ാം മാസമോ 5-ാം മാസമോ 6-ാമത്തെ ആഴ്ച എപ്പോൾ എഴുതി വെച്ചാലും പ്രശ്നമുണ്ടോ? എല്ലാം അറിയുന്നവൻ എഴുതി വെച്ച് എന്താ പ്രശ്നം? നോ പ്രോബ്ലം. ഇനി ഉദ്ദേശം പ്രവൃത്തിയെ ബാധിക്കും. പക്ഷെ അത് ബാധിക്കാത്ത വിധം അള്ളാഹു ഈ അനന്തകോടി ജീവജാലങ്ങളുള്ള പ്രപഞ്ചത്തിൽ 2 വർഗത്തിന് ഒരു സവിശേഷത നൽകി. നിങ്ങൾക്ക് ഇഖ്തിയാറിനുള്ള ശേഷിയുണ്ട്. അത് നൽകാൻ അള്ളാഹ്ക്ക് പറ്റില്ലേ? പറ്റും. ആ ഇഖ്തിയാർ അനുസരിച്ച് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുവോ അതെനിക്കറിയാം, എനിക്കെല്ലാം അറിയാമല്ലോ. അത് അതുപോലെ സംഭവിക്കട്ടെ ഞാൻ എന്ന് ആദ്യം തന്നെ ഉദ്ദേശിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത്. അപ്പോൾ നമുക്ക് ഇഖ്തിയാർ ഉള്ള വിഷയങ്ങളെ നമ്മുടെ പരലോകത്തെ ബാധിക്കൂ. ഇഖ്തിയാർ 100% ഫ്രീ ആണ്, അതിൽ അള്ളാഹു ഇടപെടുന്നില്ല. പക്ഷേ ആ ഇഖ്തിയാർ അനുസരിച്ച് കാര്യം നടക്കണമെങ്കിൽ ഇങ്ങനെ നീ ഉദ്ദേശിക്കുമെന്ന് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു മുൻകൂട്ടി ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായാലും ആൾക്കാർ ഇങ്ങനെ പറയും. പക്ഷെ ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടല്ലോ. എന്തായത്ത്? വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. എന്താ അർത്ഥം? വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.
അപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഉദ്ദേശിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്നാ അല്ലേ? ഉദ്ദേശിക്കാനും കസ്ബ് ചെയ്യാനുമുള്ള കഴിവ് നമുക്കുണ്ട്, സ്വതന്ത്രമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പടച്ചോൻ എന്താ പറയണേ? അള്ളാഹു ഉദ്ദേശിച്ചാലേ നിങ്ങൾക്ക് എന്തും കിട്ടൂ, ഉദ്ദേശിക്കാനുള്ള കഴിവും കിട്ടും. അത് വൈരുദ്ധ്യമാണോ? ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഏതുപോലെ നമ്മളൊരു എക്സാം ഹാളിൽ പോയി, ഈ എക്സാമ്പിളുകൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, ഇത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം. നമ്മളൊരു എക്സാം ഹാളിൽ പോയി, അപ്പോൾ ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാലല്ലാതെ നിങ്ങൾ പരീക്ഷ എഴുതരുത്, ഞാൻ പറഞ്ഞാലല്ലാതെ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു, ബെല്ലടിച്ചപ്പോൾ ഇനി നിങ്ങൾ എഴുതിക്കോളൂ, നമുക്ക് ഇഷ്ടമുള്ള ഉത്തരം എഴുതിക്കൂടെ? ഫ്രീഡം ഉണ്ടോ? ഉണ്ടോ? എന്നാൽ ഈ ഇൻവിജിലേറ്റർ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ എഴുതരുത് എന്നായിരുന്നുവെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് വമാ തശാഊന ഇല്ലാ മാഷാ അല്ലാ എന്നാണോ? അല്ല, ഇല്ലാ അയ്യശാ അല്ലാ. അപ്പോൾ അള്ളാഹു ഖിദമിലെ ഉദ്ദേശിച്ചു, അനന്തകോടി ജീവജാലങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ 2 ജീവിവർഗത്തിന്, മനുഷ്യനും ജിന്നിനും എന്തുണ്ടാകട്ടെ? ഇഖ്തിയാർ ഉണ്ടാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചു, ഇഖ്തിയാർ നമുക്ക് കിട്ടി. എല്ലാം കാലെക്കൂട്ടി അറിയുന്ന അള്ളാഹുവിന് അറിയാം. ഈ അള്ളാൻ്റെ പടപ്പല്ലേ നമ്മൾ, ഈ 2 പടപ്പ് ഈ ഇഖ്തിയാർ ഉപയോഗിച്ച് എന്താണ് ഉദ്ദേശിക്കുക എന്ന്, അതുപോലെ സംഭവിക്കട്ടെ എന്നും ഖിദമിലെ അള്ളാഹു ഉദ്ദേശിച്ചു. അറിഞ്ഞത് എഴുതി വെച്ചു. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ ചില ആൾക്കാർ ഒരിക്കലും സമ്മതിക്കില്ല, എന്നാലും നമുക്കങ്ങനെ ഫുൾ ഇഖ്തിയാർ ഇല്ല എന്ന് പറയുമ്പോൾ അവരെ പേടിപ്പിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്തിൻ്റെ വാദമാണ്? ജബരിയത്തിൻ്റെ വാദമാണ് അല്ലേ? ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആവണ്ടേ? ഫോഴ്സ്ഡ് ഇഖ്തിയാർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ചില വിഷയങ്ങളിൽ. ആ വിഷയങ്ങളെ നമ്മുടെ പരലോകത്തെ ബാധിക്കും അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത വിഷയങ്ങൾ. ഇനി പോകട്ടെ, ചില മനുഷ്യർക്ക് അള്ളാഹു പ്രയാസങ്ങൾ നൽകും, ചില മനുഷ്യർക്കോ അനുഗ്രഹങ്ങൾ നൽകും അല്ലേ? അനുഗ്രഹവും പ്രയാസവും ഒരുപോലെയാണോ? അല്ലല്ലോ. എന്താ വ്യത്യാസം? അനുഗ്രഹമാകുമ്പോൾ എന്താ വ്യത്യാസം? അനുഗ്രഹവും പ്രയാസം തമ്മിൽ എന്ത് വ്യത്യാസം? എന്താ വ്യത്യാസം? എനിക്ക് നല്ല പനിയാണ്, ഒരു കുളിർ കാറ്റ് വീശുന്നു, എനിക്ക് നല്ല സുഖമായിരിക്കുമോ? അല്ല. ഞാൻ വിയർത്തിരിക്കുകയാണ്, ഒരു കുളിർ കാറ്റ് വീശുന്നു, അപ്പോഴോ? രണ്ടും ഒരേ കാറ്റല്ലേ വീശിയത്. എന്താ അനുഗ്രഹവും പ്രയാസം തമ്മിൽ വ്യത്യാസം? ഒരാൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊടുത്തു, പ്രയാസങ്ങൾ ഇങ്ങനെ കൊടുത്തു, ഒരാൾക്ക് അനുഗ്രഹവും കൊടുത്തു. രണ്ടും ഒരുപോലെയാണോ? ഇത് ഈ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ ഇത് നേടിയെടുക്കാൻ? ഒരു സമ്പന്നൻ, ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണോ ഏറ്റവും വലിയ പൈസ ഉണ്ടാക്കണത്? ആണോ? ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണോ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കണത്? ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാണോ? ആണോ? ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമല്ല, അള്ളാഹുവിൻ്റെ നിർണയമാണ് എന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അള്ളാഹു നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇഖ്തിയാർ ഇല്ലാത്ത വിധം ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഉദാഹരണം പറയാം. നല്ല ഒരു ജോലി കിട്ടുക അനുഗ്രഹമല്ലേ? ഒരു അപകടം ഉണ്ടാവുക അതെന്താ? ഒരു പ്രയാസമാണ്. ഇതിലേതാ പരീക്ഷണം? ഏതാ പരീക്ഷണം? ജോലി കിട്ടലാണോ അതോ ആക്സിഡന്റ് പറ്റലാണോ? ഏതാ? ആക്സിഡന്റ്. രണ്ടും പരീക്ഷണമാണ്. പരീക്ഷണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഫജ്റിലാണ്. പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. പിന്നെയോ വഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. അത് പടച്ചോൻ്റെ വലിയൊരു ഹിക്മത്താ. ഇപ്പം ഈ ഹിജാബിൻ്റെ ഒക്കെ ചർച്ച വരുമ്പോഴേ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആണുങ്ങളാണെങ്കിൽ നോക്കും, അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? ശരീരം മറയ്ക്കണം. ഇതാണ് ആളുകൾ ഹിജാബിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ പറയും, പട്ടിക്ക് പേ ഇളകിയാൽ നാട്ടുകാരൊക്കെ വീട്ടിലിരിക്കുകയാണ് വേണ്ടത്, പട്ടീനെ കെട്ടിയിട്ടാണ് വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? പട്ടീനെ. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ആര് വീട്ടിലിരിക്കട്ടെ?
ആണുങ്ങൾ വീട്ടിലിരിക്കട്ടെ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, ലോജിക്കലാണല്ലോ. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. പടച്ചവൻ ഈ തെറ്റിദ്ധാരണ നീങ്ങും വിധം പ്രഥമ പരിഗണന പ്രസ്താവ്യത്തിൽ നൽകും. കണ്ണ് സൂക്ഷിക്കണമെന്ന വചനം സൂറത്തുൻ നൂറിൽ ആദ്യം പറഞ്ഞത് ആരോടാ? പുരുഷനോടോ സ്ത്രീയോടോ? സൂറത്തുൻ നൂർ 30-ാം വചനം, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. ആണുങ്ങളാണെങ്കിൽ നോക്കും, സ്ത്രീകൾ വസ്ത്രം ധരിക്കണം എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. സ്ത്രീകൾ ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ, അത് അവരുമായി അവിടെ റബ്ബായി. ആണേ നീ എന്ത് ചെയ്യരുത്, നീ അതിലേക്ക് നോക്കരുത്. അതിൻ്റെ ശേഷമാണ് സ്ത്രീയോട് നോക്കരുതെന്നും ശരീരം മറക്കണമെന്നുമുള്ള കൽപ്പന. എന്തുകൊണ്ടാണ്? സൊസൈറ്റിയിൽ രണ്ടും ഒരേപോലെ അല്ലേ? രണ്ടുപേർക്കും കണ്ണൊരേപോലെയാണ്, രണ്ടുപേരും നോക്കിയാലും തെറ്റാണ്, രണ്ടുപേരും ചെയ്യണം. പക്ഷെ പ്രയോറിറ്റൈസേഷൻ ഫസ്റ്റ് പുരുഷന് കൊടുത്തു. കാരണം എന്താ? സൊസൈറ്റിയിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആണുങ്ങളാണെങ്കിൽ അറിയാതെ നോക്കിപ്പോവും. അങ്ങനെയില്ല, അങ്ങനെ ഒരു ഓഫർ ഇല്ലല്ലോ. എന്നതുപോലെ ജനങ്ങൾക്ക് പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് പ്രയാസങ്ങളാണ് പരീക്ഷണം. പരീക്ഷണത്തിൻ്റെ ഓപ്പോസിറ്റാണ് അനുഗ്രഹം എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലെ ആളുകൾക്കുണ്ട്. അപ്പോൾ അള്ളാഹ് പറയാണ്, അനുഗ്രഹവും പരീക്ഷണമാണ്, പ്രയാസവും പരീക്ഷണമാണ്. അത് പറയുന്നോടത്ത് ഫസ്റ്റ് ഏതിന് പറഞ്ഞു? അക്രമഹു വനഅമഹു, ആദരവ് നൽകി അനുഗ്രഹം നൽകി പരീക്ഷിച്ചാൽ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഇഖ്തിയാറിലുള്ള കാര്യമല്ല. ജോലി കിട്ടണോ വേണ്ടയോ, ആക്സിഡൻറ്റ് പറ്റണോ വേണ്ടയോ, ഇഖ്തിയാരിയാണോ? അല്ല. അതുകൊണ്ട് ജോലി കിട്ടിയത് കൊണ്ട് സ്വർഗമോ നരകമോ ഇല്ല, ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ടും സ്വർഗമോ നരകമോ ഇല്ല. ഇഖ്തിയാറുള്ള വിഷയത്തിലേ സ്വർഗം നരകമുള്ളൂ. ജോലി കിട്ടി, ഇനി എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അഹങ്കരിക്കാം, അല്ലെങ്കിൽ ശുക്ർ ചെയ്യാം, അല്ലേ? ഇതിലെനിക്ക് ഇഖ്തിയാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇഖ്തിയാർ ഉണ്ടെങ്കിൽ ശുക്ർ ചെയ്യൽ നന്മ, അഹങ്കരിക്കൽ തിന്മ. അത് പരലോകത്തെ ബാധിക്കും. ആക്സിഡൻറ്റ് പറ്റി, 2 ഓപ്ഷൻ ഉണ്ട്. ക്ഷമിക്കണോ, അള്ളാഹുവിനെ കുറ്റം പറയണോ? ക്ഷമിക്കൽ നന്മ, പ്രതിഫലാർഹം. അള്ളാഹുവിനെ കുറ്റം പറയൽ തിന്മ, ശിക്ഷാർഹം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള വിഷയങ്ങളുമുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത വിഷയങ്ങളുമുണ്ട്. സ്വാതന്ത്ര്യമുള്ള വിഷയത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുള്ള വിഷയത്തിലെ അള്ളാഹു നമ്മുടെ പരലോകത്തേക്ക് ആ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്തം, നന്മയാകട്ടെ തിന്മയാകട്ടെ, നമുക്കത് നൽകുകയുള്ളൂ. ഇനി ഇസ്ലാമിനെ നമ്മൾ മാറ്റി നിർത്തി, അള്ളാഹിനെ നമ്മൾ മാറ്റി നിർത്തി ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യന് ഫ്രീ വില്ലുണ്ടോ? മനുഷ്യന് ഫ്രീ വില്ലുണ്ടോ? ഇപ്പം നമ്മളോട് മതവിരുദ്ധർ ചോദിക്കുമല്ലോ, അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്നവരോട് തിരിച്ച് അള്ളാഹിനെ നമ്മൾ മാറ്റി നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ? അപ്പോൾ അവർക്ക് എന്താ പറയാ? മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ? എന്നാൽ നാച്ചുറലിസ്റ്റുകൾ, പ്രകൃതിവാദികൾ, നിരീശ്വരവാദികൾ ഏകസ്വരത്തിൽ പറയുന്നത്, ശാസ്ത്രവാദികൾ ആരുമാകട്ടെ ഏകസ്വരത്തിൽ പറയുന്നത് മനുഷ്യന് എന്തില്ല? പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ഒരു പൈപ്പ് നിങ്ങൾ സങ്കല്പിക്കൂ, ഒരു ടാപ്പ് തുറന്നാൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? അതിലൂടെ വരും. അടച്ചാൽ വെള്ളം വരില്ല. പൈപ്പിന് ഫ്രീഡം ഉണ്ടോ? ടാപ്പിന് ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഇതുപോലെയാണ് മനുഷ്യനും. ടാപ്പിൽ സംഭവിക്കുന്ന ഭൗതികമായ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നതുപോലെയാണ് മനുഷ്യനും. മനുഷ്യന് വ്യത്യാസമൊന്നുമില്ലല്ലോ. അതും കുറച്ച് ഭൗതികമായ മൂലകങ്ങൾ ചേർന്നുണ്ടായത്, മനുഷ്യനും കുറച്ച് ഭൗതികമായ മൂലകങ്ങൾ ചേർന്നുണ്ടായത്. റാൻഡം അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മാറ്റർ, അതന്നെയല്ലേ രണ്ടും. വ്യത്യാസമുണ്ടോ? ഈ പദാർത്ഥമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ മനുഷ്യ ശരീരത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ? ഇല്ലല്ലോ. അപ്പം ഈ ആറ്റങ്ങൾക്ക് ഹൈഡ്രജന് ഫ്രീ വില്ലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ മനുഷ്യന് ഫ്രീ വില്ല് ഉണ്ടാവുമോ? ഇല്ലാത്തൊരു സാധനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം മനുഷ്യന് എന്തില്ല എന്നാണ് നിരീശ്വര പക്ഷം? പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല. അവർ ആ വിഷയത്തിൽ അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ന്യൂറോ സയൻസിലെ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാം ഹാരിസ് തൻ്റെ ഫ്രീ വിൽ എന്ന പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ നാഡീ വ്യൂഹങ്ങളിലെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി പരീക്ഷിച്ചാൽ
5 സെക്കൻഡുകൾക്കപ്പുറം ഇവൻ എന്തു ചെയ്യുമെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? ഒരാളുടെ ന്യൂറോ സിഗ്നലുകളെ പൂർണ്ണമായി ഡീകോഡ് ചെയ്യാവുന്ന ഡിവൈസ് നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നു, നീല നിറത്തിലുള്ള പേന വാങ്ങണോ കറുത്ത മഷിയുള്ള പേന വാങ്ങണോ എന്നതിൽ നമുക്ക് സംശയമാണ്. നമ്മുടെ മുമ്പിൽ 2 പേനയുമുണ്ട്. നീല വാങ്ങാം എന്ന് തീരുമാനിച്ചതായി നാം മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. 11 മണി കഴിഞ്ഞ് 1 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞപ്പോഴാണ് നീല എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് 15 സെക്കൻഡ് കഴിയുമ്പോൾ ഈ മെഷീൻ പറയും 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവൻ എന്ത് തീരുമാനിക്കും? ഈ പേന എടുക്കണമെന്ന് തീരുമാനിക്കും. അപ്പം മനുഷ്യന് ഫ്രീ വില്ല് ഇല്ല എന്നാണ് നാസ്തിക പക്ഷം. അവർക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഭൗതികമായി മാത്രം വിശദീകരിക്കൽ നിർബന്ധമാണ് അവർക്ക്. മനുഷ്യൻ കേവലം ഭൗതിക വസ്തുവാണ് എന്ന തെറ്റായ ആമുഖം സ്വീകരിച്ചത് കൊണ്ട് അവർക്കത് നിർബന്ധമാണ്. എന്നാൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ മനുഷ്യൻ കേവലം ഭൗതിക വസ്തു മാത്രമാണോ? മണ്ണും ചെളിയും കൂട്ടിക്കലർത്തി ആദമാകും മുൻപേ എന്തു സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്? റൂഹ് എന്ന അഭൗതികമായ ഒരു പദാർത്ഥം അതിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായ വസ്തുക്കൾക്ക് ഇല്ലാത്ത ഗുണങ്ങൾ ആർക്കുണ്ടാകാം? ഭൗതികമല്ലാത്ത വസ്തു കൂടി ഉൾച്ചേർന്ന മനുഷ്യനുണ്ടാകാം. വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ഒരു പുസ്തകമുണ്ട്, അലിയ സബക്കോവിച്ചിൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൃഗങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കാത്ത ഏക മൃഗമാണ് മനുഷ്യൻ. മൃഗങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കാത്ത ഏക മൃഗമാണ് മനുഷ്യൻ. ശാസ്ത്രം മനുഷ്യനും മൃഗവും തമ്മിലുള്ള സാമ്യതകൾ പഠിക്കുമ്പോൾ മതം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. മനുഷ്യൻ കേവലം ഭൗതിക വസ്തുവല്ല, റൂഹുണ്ട്. ആ റൂഹിൻ്റെ പ്രവർത്തന ഫലമായി, സാന്നിധ്യ ഫലമായി മനുഷ്യനിൽ അല്ലാഹു ഉദ്ദേശിച്ചത് പ്രകാരം ഇഖ്തിയാർ എന്ന ഒരു ശേഷിയുണ്ട്. നമ്മളത് വഹിയിലൂടെയും അഖലിലൂടെയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്രീ വില്ലില്ല, ഈ ചോയ്സ് ഇല്ല എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. സൗമ്യയെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ആര് ബലാത്സംഗം ചെയ്തു കൊന്നു? ഗോവിന്ദസ്വാമി ബലാത്സംഗം ചെയ്തു കൊന്നു. അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? പക്ഷേ ഈ നാസ്തിക വീക്ഷണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗോവിന്ദസ്വാമി ശിക്ഷിക്കാൻ പറ്റുമോ? ആ സമയത്ത് ട്രെയിനിൽ വെച്ച് സൗമ്യയെ കണ്ടാൽ ബലാത്സംഗം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കില്ല? മനുഷ്യന് ഫ്രീ വില്ലുണ്ടോ? നാസ്തിക പക്ഷം പറയുന്നത് പ്രകാരം മനുഷ്യന് ഫ്രീ വില്ലില്ലെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമില്ല? സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അയാളെങ്ങനെ ശിക്ഷിക്കുക? അപ്പോൾ അവർ പറയും, ഇപ്പോൾ ഒരു മെഷീൻ കേടായി, ആ മെഷീൻ അല്ലെങ്കിൽ ഒരു റോബോട്ട് കംപ്ലൈൻ്റ് ആയി. വീട്ടിലെ അടിച്ചുവാരി തുടയ്ക്കുന്ന റോബോട്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിട്ട് വീട്ടുടമസ്ഥൻ്റെ കഴുത്ത് കയറി പിടിച്ചു, അയാൾ മരിക്കാറായി. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മെഷീൻ ഇനി നേരാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ മെഷീൻ എന്ത് ചെയ്യും? ഡിസ്മാൻഡിൽ ചെയ്യും, നശിപ്പിക്കും, അല്ലേ? അത് ആ മെഷീൻ ചെയ്ത തെറ്റ് കാരണമാണോ? ആണോ? അല്ല. മറിച്ച് ഈ മെഷീനെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ മെഷീൻ ഇനിയും ആളുകളെ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ബോധ്യമായതുകൊണ്ടാണ്. അതുപോലെ ഗോവിന്ദസ്വാമി തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാളുടെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ചുറ്റുപാടിൻ്റെ ഇടപെടൽ കൊണ്ട് അയാളുടെ ആറ്റോമിക ഘടനയിൽ മാറ്റം വന്ന് ബലാത്സംഗ പ്രേരണ എന്ന ഒരു വികാരം അയാളിൽ ഉണ്ടായത് കൊണ്ട് അത് പരിഹരിക്കാതെ സമൂഹത്തിൽ അയാളെ ഇറക്കിയാൽ ഇനിയും ആ മെഷീൻ ആളുകളെ ഉപദ്രവിക്കും. അപ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ വേണ്ടി പാവമായ സാധുവായ ഗോവിന്ദസ്വാമിയെ തൽക്കാലത്തിന് റീഹാബിലിറ്റേഷന് വേണ്ടി ജയിലിലേക്ക് അയക്കുന്നു. എത്ര അപകടകരമാണ്! ഒരു മനുഷ്യൻ ചെയ്ത നന്മയ്ക്ക് അവൻ പ്രതിഫലത്തിന് അർഹത ഉണ്ടോ? പഠിച്ചു മേടിച്ച റാങ്കിന് അർഹത ഉണ്ടോ? ഇല്ല. മനുഷ്യന് ഫ്രീ വില്ലില്ലെങ്കിൽ. എന്നിട്ട് ഇതേ ആളുകൾ തന്നെ എന്തു പറയും? ഫ്രീഡമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. മനുഷ്യന് എന്തില്ല? ഫ്രീ വില്ലില്ല. ഓക്കെ, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഫ്രീ വില്ല് മനുഷ്യനില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിൽ ഫ്രീഡം ഇല്ലെന്ന് എങ്ങനെ പറയാം? മനുഷ്യന് എന്തില്ല? ഫ്രീ വില്ലില്ല. ഇവർ പറയും ലൈംഗിക ബന്ധത്തിൻ്റെ മാനദണ്ഡം പരസ്പര സമ്മതമാണ്, മ്യൂച്വൽ കൺസെൻ്റ് ആണ്. നിങ്ങൾ ഏത് മത അല്ലെങ്കിൽ ദൈവരഹിത ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന വ്യക്തിയോടും നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും
പരസ്പര സമ്മതമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധങ്ങളൊക്കെ എന്താണ്? വാലിഡ്, അനുവദനീയമാണ്. പരസ്പര സമ്മതമാണ് മാനദണ്ഡം. വിവാഹമല്ല, ലിംഗമല്ല, ആണോ പെണ്ണോ അല്ല, പ്രായമല്ല, പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പരസ്പര സമ്മതം മാത്രമാണ്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ ഈ സമ്മതം കൊടുക്കാനുള്ള ഫ്രീ വില്ല് മനുഷ്യനുണ്ടോ? ഉണ്ടോ? അപ്പൊ ഫ്രീ വില്ല് ഇല്ലെങ്കിൽ പിന്നെ കൺസെന്റിന് പ്രസക്തി ഉണ്ടോ? ഫ്രീ വില്ലില്ല, പക്ഷെ കൺസെന്റ് ആണ് മാനദണ്ഡം. ഫ്രീ വില്ലില്ല, പക്ഷെ ഫ്രീഡമാണ് മൂല്യം എന്ന ഇരട്ടത്താപ്പിന്റെ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുടെ പേരാണ് നാച്ചുറലിസം. ലളിതമായി പറഞ്ഞാൽ നിരീശ്വരവാദം എന്ന് പറയുന്നത്. നമ്മുടെ ഐഡിയോളജിക്കൽ ബേസ് വളരെ സ്ട്രോങ് ആണ്. മനുഷ്യൻ കേവല ഭൗതിക വസ്തുവല്ല, റൂഹിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ ഭൗതിക വസ്തുവിനില്ലാത്ത ഫ്രീ വില്ല് പോലെയുള്ള ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുന്നതിൽ തടസ്സമില്ല. മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. അത് അള്ളാഹു, ഇനി ഇതൊന്നും അറിയാത്ത ഒരാളാണ് അള്ളാഹു എങ്കിൽ അള്ളാഹിനെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അത് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആൾ എന്തിനാ പറ്റുക? ഇപ്പോൾ ചില വീഡിയോ ഗെയിമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരാൾ ഉണ്ടാക്കും, കുറച്ച് കഴിയുമ്പോൾ ഗെയിം കളിച്ചിട്ട് കുറേ കുട്ടികൾ സൂയിസൈഡ് ചെയ്യും. ഇങ്ങനെ അപകടം ഇതിനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെയൊക്കെ ഒരു ദൂഷ്യഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആർക്ക് മുൻപ് മനസ്സിലായില്ല? ഈ വീഡിയോ ഗെയിം ഉണ്ടാക്കിയവർക്ക് മനസ്സിലായില്ല. അതല്ല ഇവിടെ സംഭവിച്ചത്. അതൊരു പരിമിതിയല്ലേ? ഈ പരിമിതി അള്ളാഹുവിൽ ആരോപിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പൂർണ്ണജ്ഞാനമുണ്ട്. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കുന്നു. ചില വിഷയങ്ങളിൽ നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ചിലതിൽ നമുക്ക് ഇല്ല. നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് ഒന്നുകിൽ അനുഗ്രഹമാകും, അല്ലെങ്കിൽ പ്രയാസമാകും, അല്ലെങ്കിൽ അനുഗ്രഹമോ പ്രയാസമോ അല്ലാത്തതാകും. മൂന്നാമത്തൊരു സാധ്യത ഇല്ലല്ലോ. അഖലിയായ മൂന്നാമത്തൊരു സാധ്യത ഇല്ല. അനുഗ്രഹമാണെങ്കിൽ ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പ്രതിഫലാർഹമാക്കാം. അനുഗ്രഹമാണെങ്കിൽ അഹങ്കരിച്ചുകൊണ്ട് നമുക്കതിനെ ശിക്ഷാർഹവുമാക്കാം. അതിലുള്ള ഇഖ്തിയാർ നമുക്കുണ്ട്. പ്രയാസമാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലാർഹമാക്കാം. പക്ഷെ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിരാശനായിക്കൊണ്ട് ശിക്ഷാർഹവുമാക്കാം. ഇനി നമുക്ക് സ്വാതന്ത്ര്യമുള്ള വിഷയത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് ഒരിക്കലും സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത എന്തോ, കർമ്മങ്ങളെ നിർബന്ധിക്കാത്ത എന്തോ, അതാണ് അറിവ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കാനും ബാധിക്കാതിരിക്കാനും പറ്റും. അള്ളാഹു ഈ കോടാനുകോടി ജീവജാലങ്ങളിൽ 2 ജീവവർഗത്തിന് ചില വിഷയങ്ങളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചാൽ മുംകിനായ എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവിന് അതിനും കഴിയും. അത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് അള്ളാഹു ഇഖ്തിയാർ നൽകി. അതിൻ്റെ അനന്തരഫലം, അനുരണനം, റെസനൻസ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഇതര ജീവികൾ ഇത്ര വർഷമായിട്ടും അവർക്കിതുപോലെ വസ്ത്രമുണ്ടാക്കി ധരിക്കാൻ, കാഴ്ച പരിഹരിക്കാൻ, കണ്ണട വയ്ക്കാൻ, ശബ്ദം കുറവുള്ളത് പരിഹരിക്കാൻ, മൈക്കുണ്ടാക്കാൻ, കാറ്റിനു വേണ്ടി ഫാൻ ഉണ്ടാക്കാൻ, ബഹിരാകാശ വാഹനങ്ങൾ അയക്കാൻ ഇന്നേ വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് മാത്രം ഈ 2 ശേഷിയുമുള്ള ഈ പ്രപഞ്ചത്തെ നന്നാക്കാനും നശിപ്പിക്കാനുമുള്ള 2 ശേഷിമാർക്കേ ഉള്ളൂ. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്താൻ ആർക്കേ പറ്റൂ? വിള്ളൽ വീണ ഓസോൺ പാളിയെ പഴയ പോലെ ആക്കാനുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനും ആർക്കേ പറ്റൂ? മൃഗങ്ങളുടെ വാസസ്ഥാനം നശിപ്പിക്കാനും ആർക്കേ പറ്റൂ? ആ വാസസ്ഥാനം നഷ്ടപ്പെട്ട ജീവികൾക്ക് ആവാസം നൽകാനും മനുഷ്യനെ പറ്റൂ. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. 7 മിനിറ്റ് കൂടി സമയം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചു തുടങ്ങാം. സാറ് വളരെ ആദ്യമായിട്ട് സാറിൻ്റെ അവതരണത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട്. പൊതുവേ ചോയ്സിനെ പലപ്പോഴേ ഇവർ ഇത്തരമായ ആയത്തിൽ പഠിച്ചാൽ ഒരിക്കലും പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഇവർക്ക് ഇസ്ലാമിൽ എത്തിയാൽ പിന്നെ നിസ്കരിക്കാതിരിക്കാനുള്ള ചോയ്സ് ഉണ്ടോ എന്നാണ് പിന്നെ ഒരു ചോദിക്കുക. പിന്നെ ഒന്നാമത്തെ കൺസേൺ അതാണ്. അതല്ല, കുട്ടികൾക്ക് ആ ഒരു വിഷയം വരുമല്ലോ. രണ്ടാമത്തത്, പഠിച്ചവനക്ക് ആദ്യമേ അറിയാം ഇവരിതാണ് ചെയ്യുക, അപ്പം അത് നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പഠിച്ചവന് അവിടെ നിന്ന് അവനെ നന്നാക്കാനുള്ളൊരു സംഗതി നോക്കിക്കൂടേനോ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അതായത് നരകം ഡിലീറ്റ് ചെയ്തുകൂടെയിരുന്നോ എന്നല്ല ഇപ്പം എൻ്റെ ചുരുക്കം. നരകം ഡിലീറ്റ് ചെയ്തുകൂടെ പഠിച്ചവനെ? പറ്റില്ലേ? മനുഷ്യരുണ്ടാക്കൽ എന്നെ നിർബന്ധമല്ല. പിന്നെ സ്വർഗവും നരകവും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിലീറ്റ് ചെയ്യാതിരിക്കാനും പറ്റണമല്ലോ.
അല്ലേ? അപ്പോൾ രണ്ടും പോസിബിളാണ്. അള്ളാഹു ഒരു പോസിബിൾ തിരഞ്ഞെടുത്തു. ഈ ചോദ്യം അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നാണല്ലോ ചോദ്യത്തിൻ്റെ ഒരു ധ്വനി. ഇത് അനേകം ചോദ്യങ്ങളുടെ അടിസ്ഥാനമാണ്. അള്ളാഹ് എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാക്കി എന്നെ സാധാരണ മനുഷ്യനാക്കി തിരിച്ചാക്കായിരുന്നില്ലേ? പറ്റില്ലേ? മുംകിനാണ്. റിസാലത്തെ അനിവാര്യമല്ല, ഔദാര്യമാണ്. എങ്കിൽ പിന്നെ മുഹമ്മദ് നബിയുടെ റിസാലത്ത് അനിവാര്യമല്ലല്ലോ. പക്ഷെ നമ്മൾ ആത്മീയമായി മനസ്സിലാക്കുന്നു, പുണ്യനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ജഡിക രൂപം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മളത് ആത്മീയമായി ഉൾക്കൊള്ളുന്നു. പക്ഷെ അത് അള്ളാഹുവിന് അനിവാര്യമല്ല, അത് നെസസറിയായ വാജിബായ ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് സംശയിച്ചൂടെ, അള്ളാഹ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വഹി ഒന്നൂടെ? മുംകിനല്ലേ? ഖുർആൻ അള്ളാഹു എന്തുകൊണ്ട് അറബിയിലാക്കി, ഇംഗ്ലീഷിലാക്കി കൂടെ? ഭയങ്കര സൗകര്യമായിരുന്നല്ലോ ഇംഗ്ലീഷിലൊക്കെ ആക്കിയാൽ. ഇതാണ് വൈ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തൂടെ എന്നുള്ള ചോദ്യമാണ്. ഇത് ഒരുപാട്. എന്തുകൊണ്ട് റസൂലുള്ളാഹിനെ മക്കയിലേക്ക് അയച്ചു, അമേരിക്കയ്ക്ക് അയക്കായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറേ രാജ്യങ്ങളൊക്കെ കാണാമായിരുന്നല്ലോ. എന്ത് സങ്കല്പിക്കാം. ഇതൊക്കെ വൈ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ, ക്യാമറാമാൻ്റെ പേരെന്താ? മുഹമ്മദ് റബാഹ്. റബീഹ് എന്നല്ല കുറച്ചുകൂടെ നല്ലത്? എന്താ റബാഹ് എന്നായി? എന്താ ഉത്തരം പറയാ? അതെ, അതെൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഫ്രീഡാണ്, അത് നിങ്ങൾ ഇടപെടണ്ട. അതല്ലേ ഉത്തരം അല്ലേ? പേര് റബീഹ് റബാഹു അല്ല, മുബാഹ്, കുറേ പേരുണ്ട്. അതിൽ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും തോന്നിയൊരു പേര് എനിക്കിടാം. അതെൻ്റെ സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഉമ്മാക്കും വാപ്പാക്കുണ്ട്. അതുപോലെ ഒക്കെ മുംകിനാണ്, ഇതൊക്കെ മുംകിനാണ്. അതിൽപ്പെട്ട ഒരു മുംകിൻ തിരഞ്ഞെടുക്കാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? ആ സ്വാതന്ത്ര്യമുള്ളവന് ആരാകൂ? അള്ളാഹു ആകൂ. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്തവന് അള്ളാഹ് ആകുമോ? നമ്മൾ ഉദ്ദേശിക്കണ പോലെ അള്ളാഹ് ചെയ്യണം എന്നാണെങ്കിൽ അവിടെ ആരാ അള്ളാഹ്? നമ്മളല്ലേ? ഇനി ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു വിചാരിക്കും 10 പേർക്ക് 10 ഉദ്ദേശമായിരിക്കും. എല്ലാം ഒരുമിച്ച് നടത്താൻ പറ്റുമോ? ഇനി പോട്ടെ, നമ്മൾ പറയണത് കുറച്ച് ലോജിക്കലാണ്. ഖുർആൻ ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ഭയങ്കര സൗകര്യമായിരുന്നു നമുക്ക് തോന്നി വിചാരിക്കും. കുറേ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ടൈം ട്രാവലൊക്കെ നടത്തി ഒരു 1500 വർഷം പിന്നോട്ട് പോയിട്ട്, അല്ലെങ്കിൽ ആലമുൽ അർവാഹിലേക്ക് പോയി, എന്നിട്ട് അള്ളാഹ്ക്ക് ഇമെയിൽ അയച്ചു, പഠിച്ചോനെ റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കുമ്പോഴേ ഖുർആൻ പിന്നെ അറബിയിൽ വേണ്ട കേട്ടോ, ഏതിൽ മതി? ഇംഗ്ലീഷിൽ മതി. കാരണം ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിലാക്കി വിചാരിക്കും. അപ്പോൾ ഇവരെന്നെ ചോദിക്കില്ലേ, എന്താ ഇംഗ്ലീഷിലാക്കി ചൈനീസിലാക്കി കൂടെ? ഈ ചോദ്യം അവസാനിക്കുമോ? മനുഷ്യനും ജിന്നിനും മാത്രം ഇഖ്തിയാർ നൽകി, ആ ഉറുമ്പിന് നൽകായിരുന്നില്ലേ സാധു? ഇനി ആയിക്കോട്ടെ, നമ്മൾ ടൈം ട്രാവലൊക്കെ നടത്തി ഉറുമ്പിന് നൽകിപ്പിച്ച് വിചാരിക്കും, ഇതേ മനുഷ്യൻ തന്നെ തിരിച്ചു ചോദിച്ചൂടെ? അപ്പോൾ പല സാധ്യതകൾ ഉണ്ടെങ്കിൽ ഒരു സാധ്യതയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളവന് ആരാകൂ? അള്ളാഹു ആകും. അള്ളാഹു ഒന്ന് തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിർബന്ധമായി. എനിക്കിന്ന് ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക എന്നത് നിർബന്ധമാണോ? അല്ലല്ലോ. ബിരിയാണി കഴിച്ചാലും വിശപ്പ് മാറുമല്ലോ, നോമ്പെടുത്താൽ കഴിക്കും വേണ്ട. നമ്മൾ ചോറ് കഴിച്ചു വിചാരിക്കും, ചോറ് കഴിച്ചു എന്നുള്ളത് റിയാലിറ്റി ആയില്ലേ? മനസ്സിലായോ? ചോറ് കഴിക്കില്ല നമുക്ക് നിർബന്ധമായിരുന്നില്ല, പക്ഷെ കഴിച്ചു. കഴിച്ചാൽ പിന്നെ അതെന്തായി? നിർബന്ധമായി, അത് യാഥാർത്ഥ്യമായി. എന്നതുപോലെ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അള്ളാഹു ചെയ്തു എങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് തിയോളജിക്കലി ഒരു നിലനിൽപ്പില്ല. അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്ക്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അള്ളാഹ്ക്ക് ഇതേപോലെ ഇറാദത്ത് ചെയ്യാമായിരുന്നില്ല എന്നപ്പോൾ അതിൻ്റെ അർത്ഥം അത് ലോജിക്കലി നിലനിൽപ്പില്ലാത്തതാണ്. എന്നാൽ ഇതിൽ ജനങ്ങളുടെ ഈമാനുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് അല്ലേ? ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു പൊരുൾ കിട്ടണമല്ലോ. സാധാരണക്കാരന് ഇപ്പോൾ ലോജിക്കിൻ്റെ ഭാഷ അറിയില്ലല്ലോ. അതിന് ഇപ്പം ഈ പേരിൻ്റെ ഉദാഹരണം തന്നെ, നമ്മളടുത്ത ഒരാൾ വന്ന് പറയുകയാണ്, എന്ത് പേരാടാ നിനക്ക് മറ്റേ പേരിട്ടൂടെ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ പേരിന് എന്താ കുഴപ്പം? ഈ പേരിൻ്റെ അതിൻ്റെ അർത്ഥം തെറ്റാണ്. ആണോ, എന്നാൽ ഞാൻ പേര് മാറ്റാം, ഗസ്റ്റിൽ കൊടുത്ത് പേര് മാറ്റാം എന്ന് പറയില്ലേ? പേരിൻ്റെ അർത്ഥം തെറ്റാണെങ്കിൽ. എന്നതുപോലെ ആയിക്കോട്ടെ, പല പേരുകൾ ദുനിയാവിലുണ്ട്, എൻ്റെ പേരിൻ്റെ പ്രശ്നം എന്താ അത് നീ പറയും, നമ്മൾ ചോദിക്കില്ലേ? എന്നുപോലെ ഒക്കെ അള്ളാഹ്ക്ക് ഇതൊക്കെ ചെയ്യാം, പക്ഷെ നിലവിൽ അള്ളാഹു തിരഞ്ഞെടുത്തതിൽ നീ ആരോപിക്കുന്ന പ്രശ്നം എന്താ? നിലവിൽ അള്ളാഹു തിരഞ്ഞെടുത്ത രീതിയുടെ
പൊരുളുകൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ അത് പറഞ്ഞാൽ ആളുകളുടെ ഈമാനിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹ്ക്ക് വേണമെങ്കിലേ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ? ആദ്യ നബി മുതൽ അവസാനം വരെയുള്ള മനുഷ്യരെ ഒറ്റ ഓട്ട മത്സരം പോലെ സ്റ്റാർട്ട്, എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. അള്ളാഹ്ക്ക് ചെയ്തൂടെ? മുംകിൻ. പക്ഷെ അള്ളാഹു തിരഞ്ഞെടുത്ത രീതി എന്താ? ആദ്യം പിതാവും മാതാവും ഇല്ലാതെ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഇല്ലാതെ ഒരാൾ, പിന്നെ സ്ത്രീ ഇല്ലാതെ ഒരുവൾ, പിന്നെ അവരിൽ നിന്നുമായി സ്ത്രീയും പുരുഷനുമുള്ള പലർ, അതിനിടയിൽ പുരുഷനില്ലാത്ത ഒരു മഹാൻ. 4 ഡൈവേഴ്സിറ്റി അള്ളാഹ് പരീക്ഷിച്ചു. അപ്പൊ ഈ തെരഞ്ഞെടുത്ത രീതിക്ക് ഒരു പൊരുൾ കണ്ടാൽ മതി. എന്താ പൊരുൾ? അത് കുടുംബ ബന്ധം എന്ന വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ഈ രീതി വേണം. ഈ രീതി വേണ്ട. എല്ലാവരും ഓട്ട മത്സരം പോലെ എല്ലാവരും ഒരുമിച്ച് ജനിക്കുന്നു, ഒരുമിച്ച് മരിക്കുന്നു. കുടുംബം ഉണ്ടാവോ? വ്യാവഹാരികത ഉണ്ടാവോ? മുനാക്കഹത്ത് പഠിക്കണോ? പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബന്ധങ്ങൾ ഒന്നും ഉണ്ടാവില്ല, അനന്തര സ്വത്ത് ഒന്നും ഉണ്ടാവില്ല, വിവാഹം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ പറയുക, ഈ വ്യാവഹാരികതയും ഈ സാമൂഹികതയും ഒക്കെ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു കൊടുത്താൽ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അതായത് അള്ളാഹു നിലവിൽ തിരഞ്ഞെടുത്ത രീതിയുടെ ഒരു പൊരുൾ ബോധിപ്പിച്ചു കൊടുത്താൽ അവൻ്റെ സംശയം മാറിക്കിട്ടും. എന്നിട്ട് പറയണം അള്ളാഹുവിന് തോന്നിയ, സത്യത്തിൽ മലയാളത്തിൽ മറ്റൊരു പദമില്ലാത്തത് കൊണ്ടാണ് ഫഅാലുൽ ലിമാ യുരീദിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? താൻ തോന്നി എന്നല്ലേ? ശരിക്ക് അഹങ്കരിക്കാൻ ആർക്കാണ് അർഹത ഉള്ളത്? അഹങ്കാരം തെറ്റാണോ? അഹങ്കാരം ഒരിക്കലും തെറ്റല്ല. അർഹതയില്ലാത്തവൻ്റെ അഹങ്കാരമാണ് തെറ്റ്. അള്ളാഹ് ഉണ്ടാക്കിയിട്ട്, അള്ളാഹിൻ്റെ ഭൂമിയിൽ ജീവിച്ചിട്ട്, അള്ളാഹിൻ്റെ വായു ശ്വസിച്ചിട്ട്, അള്ളാഹിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹ്ക്ക് എതിര് ചെയ്യുമ്പോഴാണ് അഹങ്കാരമാവുന്നത്. അള്ളാഹ്ക്ക് അഹങ്കരിച്ചൂടെ? കാരണം അത് അർഹത ഉണ്ട്, എല്ലാം അവൻ്റെയാണ്. അള്ളാഹ്ക്ക് അഹങ്കരിച്ചൂടെ? അള്ളാഹ്ക്ക് തോന്നിയത് ചെയ്തൂടെ? ആരെയും ബോധിപ്പിക്കണോ? ഒരിക്കൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചു, ഇസ്ലാമിലൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇഖ്തിയാർ ഉപയോഗിച്ച് അമലൊക്കെ ചെയ്തിട്ട് ഇബാദത്തൊക്കെ ചെയ്തിട്ട് പടച്ചോൻ പറയാണ്, നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനുള്ള കൂലിയൊന്നുമല്ല, അതെൻ്റെ ഔദാര്യമാണ്, അത് നമ്മൾ അവഹേളിക്കണ പരിപാടിയല്ലേ എന്ന് വെച്ചു. അപ്പോൾ ഈ കൂലിയാവുന്ന എപ്പോഴാണ്? നമ്മളൊരു ജോലിക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വിചാരിക്കും, അയാൾ പണിയെടുത്തു, നമ്മൾ പറഞ്ഞ പോലെ കേട്ട് പണിയെടുത്തു, നമ്മളയാൾക്ക് കൊടുക്കുന്നത് കൂലിയാവുന്ന എപ്പോഴാ? അയാൾ എടുത്ത പണി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമ്പോഴല്ലേ? അയാളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലല്ലേ അയാളെടുത്ത് ജോലിയാവുള്ളൂ. നമുക്ക് ആളുടെ ആവശ്യമില്ല, നമുക്കൊക്കെ ഓക്കെയാണ്. എന്നാൽ നമ്മൾ അയാളെ വിളിച്ചത് അയാൾക്കൊരു വരുമാനം, അയാൾക്കൊരു ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ? അപ്പോൾ അയാളുടെ അടുത്ത് വെറുതെ കുറച്ച് നേരം നീ ആ മരം നട്ട് കഴിഞ്ഞിട്ട് അതിനത് വെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നമുക്കൊരു ഉപകാരം കൊണ്ടില്ല. അപ്പോൾ കൊടുക്കണതിൻ്റെ പേര് കൂലി എന്നാണോ? ആണോ? അല്ലാതെ ഔദാര്യാണ്. അപ്പം നമ്മളിവിടെ നിസ്കരിച്ചതിൻ്റെ പേരിൽ പടച്ചവന് കഴിവൊക്കെ കൂടുമോ? അല്ലാന്ന് വിളിക്കില്ലല്ലോ. ഇന്ന് എല്ലാ മനുഷ്യന്മാരും തഹജ്ജുദ് നിസ്കരിച്ചു, ഇന്ന് എനിക്ക് ഭയങ്കര ശക്തി കൂടി, ഒരു 100 നക്ഷത്രം ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടോ? പക്ഷെ ഇന്ന് ആരും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്യണ പോലെ ഇന്ന് ആരും പൈസ അയച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ പോലെ ഇന്ന് ആരും നിസ്കരിച്ചിട്ടില്ല, എനിക്ക് ഒന്ന് കുന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവണില്ല, അങ്ങനെ ഉണ്ടോ? കൂടുകയോ കുറയുകയോ അസാധ്യമാം വിധം അനന്തമായ ശേഷിക്കുടമയായ അള്ളാഹുവിന് നമ്മുടെ വല്ല ആവശ്യമുണ്ടോ? അള്ളാഹുവിന് നമ്മൾ ഒരു ഉപകാരം ചെയ്യണില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൂലി തരിക? അത് താത്വികമായി പ്രസക്തമല്ലല്ലോ. അപ്പോൾ പിന്നെ ഔദാര്യമാണ്. ഇഖ്തിയാർ ഉപയോഗിച്ചല്ലോ അള്ളാഹു ആദരിക്കുകയാണ് മനുഷ്യൻ. ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയേ, പടച്ചോൻ എന്തിനീ ആൾക്കാരെ പിടിച്ച് നരകത്തിലിടുന്നത്? ഈ മനുഷ്യന്മാർ നരകത്തിലിടുമ്പോൾ അത് ഭയങ്കര മോശപ്പെട്ട കാര്യമല്ലേ? എങ്ങനെ മോശപ്പെട്ട കാര്യമാവുക? ഈ മനുഷ്യൻ ആരുടെ സൃഷ്ടിയാ? ഇപ്പം ഞാനൊരു നോട്ട്ബുക്ക് മേടിച്ചു, അതിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ കൂട്ടി ചട്ടയിട്ടു, 2ാമത്തെ പേജ് വെറുതെ വിട്ടു, 3ാമത്തെ പേജിൽ എൻ്റെ പേരെഴുതി, 4ാമത്തെ പേജിൽ വിഷയത്തിൻ്റെ പേരെഴുതി, 5ാമത്തെ പേജ് കയറിയിട്ട് പെങ്ങളുടെ മോനൊരു തോണി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വേറെ ആൾ ചോദിക്കുക, താങ്കൾ എന്തുകൊണ്ടാണ് 1ാമത്തെ പേജിൽ പേരെഴുതാതെ അത് ചട്ടയിട്ടത്? 2ാമത്തെ പേജ് കയറി തോണി ഉണ്ടാക്കാമായിരുന്നില്ല, എന്തുകൊണ്ടാണ് 6ാമത്തെ പേജ് കയറിയത്? എന്തായിരിക്കും എൻ്റെ ഉത്തരം? എൻ്റെ പൈസയ്ക്ക് ഞാൻ മേടിച്ച ബുക്ക് ഇതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? പക്ഷെ ആ ബുക്കിൻ്റെ പൂർണ്ണമായ നിർമ്മിച്ചത് നമ്മളാണോ? പൂർണ്ണമായ ഉടമസ്ഥത നമുക്കുണ്ടോ? ഇന്ന് ഇതൊക്കെ ഉള്ള അള്ളാഹ്ക്കോ? ഇനി അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പുറത്ത് ഉണ്ടോ? തത്തുല്യമായ ഒരാൾ വേണ്ട ചോദ്യം ചെയ്യാൻ?
എന്നാലും നമുക്കൊരു വിഷമം, മനുഷ്യന്മാരിങ്ങനെ നരകത്തിൽ കത്തുമ്പോൾ എന്നിട്ട് ആ വിഷമം വന്നിട്ട് നമ്മൾ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടോ ഒരു ചായ വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് അതിലെ കോടാനുകോടി വരുന്ന ബാക്ടീരിയകളെ ചൂടാക്കി നശിപ്പിച്ച് കൊല്ലും. അതിൽ നമുക്ക് ടെൻഷൻ ഉണ്ടോ? നമുക്ക് ബാക്ടീരിയ കൊല്ലാനുള്ള എന്തെങ്കിലും അർഹത ഉണ്ടോ? നമ്മളാണോ ബാക്ടീരിയ ഉണ്ടാക്കിയത്? അല്ലല്ലോ. അപ്പം ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നരകത്തിലിടാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? അള്ളാഹ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ യാതൊരു നീതി നിഷേധവുമില്ല. പക്ഷെ അള്ളാഹു നമുക്കൊരു വാഗ്ദാനം നൽകി. വാഗ്ദാനം പാലിക്കുന്നവനായ അള്ളാഹു നമുക്ക് സ്വർഗം വാഗ്ദാനം നൽകി. സത്യവിശ്വാസികളിലെ സൽക്കർമ്മികൾക്ക് നേരിട്ടും ദുഷ്കർമ്മികൾക്ക് ചെയ്ത ശിക്ഷ അനുഭവിച്ച ശേഷവും സ്വർഗപ്രവേശനം അള്ളാഹു വാഗ്ദാനം ചെയ്തു. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒന്നുകൂടി ചോദിച്ചാൽ. ഒരു മൈക്കോട്ടുണ്ടായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ അല്ല എങ്ങനെ അകത്തി പിടിച്ചാ അള്ളാഹു ഇല്ലേ അന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ മൈക്കില്ലാ ചോദിച്ചോളെ. ദുആക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ ആണല്ലോ. എല്ലാം അള്ളാഹു ഉദ്ദേശിച്ച പോലെ തന്നെയല്ലേ നടക്കുള്ളൂ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു മുൻകൂട്ടി ഉദ്ദേശിക്കണം. പക്ഷെ അള്ളാഹു നമ്മുടെ അടുത്ത് പറഞ്ഞു ഭക്ഷണം കഴിച്ചോ. ഭക്ഷണം കഴിക്കണു, വിശപ്പ് മാറണു. ചില അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ വിശപ്പ് മാറിക്കൊള്ളുന്നില്ല. അതുപോലെ അള്ളാഹ് നമ്മുടെ അടുത്ത് പറഞ്ഞു ദ്വാർന്നോ, ഞാൻ തരാം. നമ്മൾ ദ്വാർന്നു, അള്ളാഹു തരുന്നു. ദുആ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അപേക്ഷയാണ്, അല്ലേ? റിക്വസ്റ്റാണ്. റിക്വസ്റ്റ് അള്ളാഹ്ക്ക് വേണമെങ്കിൽ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷേ ഇത് വിധിവിശ്വാസവുമായി കണക്റ്റ് ആവുന്ന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹു എല്ലാം അറിഞ്ഞല്ലോ എങ്ങനെ സംഭവിക്കുമെന്ന്. നമ്മൾ ഇഖ്തിയാർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുമെന്നും അള്ളാഹുവിന് അറിയാം. ആ ഇഖ്തിയാർ ഉപയോഗിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് സംഭവിക്കട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും വരുമല്ലോ. ഇഖ്തിയാർ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് അള്ളാഹുവിന് അറിയുമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഖുവ്വത്ത് നമുക്ക് നൽകും. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിലുള്ളത് ഞാൻ 2024 മരണപ്പെടുമെന്നാണ്. ആ സമയത്ത് ദീർഘായുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കുമോ? അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമോ? ഹദീസിൽ പലതും കാണും പ്രാർത്ഥന വിധിയെ തടുക്കുമെന്നത്. പക്ഷെ അഖീദ ചർച്ച ചെയ്യുമ്പോൾ ഇമാമിയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ അള്ളാഹിൻ്റെ വിധിയെ പ്രാർത്ഥന മാറ്റുമോ? അള്ളാഹുവിൻ്റെ അറിവ് തെറ്റുമോ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ? അള്ളാഹു ഒരു കാര്യം അല്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ച വിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് റോളൊന്നുമില്ല, പിന്നെ പ്രാർത്ഥിച്ച പ്രതിഫലം കിട്ടും എന്നല്ല. നിസ്കരിക്കുമ്പോൾ പ്രതിഫലം എന്നതുപോലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം മാത്രമാണോ? ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്, അല്ലേ? നമുക്കിങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചൂടെ? ഇഫ് ഹി പ്രസ് യെസ് ദെൻ ഷോ ദിസ്, ഇഫ് ഹി പ്രസ് നോ ദെൻ ഷോ ദിസ്. പ്രോഗ്രാം ചെയ്ത് വെച്ചൂടെ? എന്നിട്ട് യെസ് ഓർ നോ പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ആ ആൾക്ക് നൽകിക്കൂടെ എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഇൽമിൽ ഞാൻ പറഞ്ഞില്ലേ 100 വർഷം കഴിഞ്ഞ് നമ്മൾ അമേരിക്കയിൽ ജനിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ആരുടെ ഇൽമിലുണ്ട്? അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ ദുആ ചെയ്താൽ എന്തുണ്ടാകും? അള്ളാഹിൻ്റെ ഇൽമിലുണ്ട്. നാളെ അങ്ങനെ ദുആ ചെയ്താൽ എന്തുണ്ടാകും? അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്. ഈ ഇൽമിലുള്ള സകല ഇഹ്തിമാലാത്തിൽ നിന്നും അള്ളാഹു ചിലതിനെ ഇറാദത്ത് ചെയ്തു. ആ ഇറാദത്തിൽ പെട്ടത് നമ്മുടെ ഇഖ്തിയാർ അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ശിക്ഷയുണ്ട്. ഇഖ്തിയാർ അനുസരിക്കാത്തതിന്, ഇഖ്തിയാറുമായി ബന്ധമില്ലാത്തതിന് പ്രതിഫലമോ ശിക്ഷയോ ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത ആ അറിവ് നമ്മൾ 2024 ഡിസംബർ 10 മരണപ്പെടും എന്നാണെങ്കിൽ നമ്മൾ 2024 ഡിസംബർ 9 വരെ തഹജ്ജുദിൻ്റെ ശേഷവും ഏതേത് സമയത്തും അള്ളാഹുവെ ദീർഘായുസ് തരണേ എന്ന് ദുആ ചെയ്താൽ ഡിസംബർ 11 നമ്മൾ ജീവിക്കുമോ? ഡിസംബർ 11 ജീവിക്കുമോ? ഇനി പോട്ടെ, മരണം എനിക്ക് ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു അത് തരണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ദുആയ്ക്ക് അതീതമായ ചില കാര്യങ്ങളുണ്ട്, തർക്കമുണ്ടോ? നമ്മുടെ ഇഖ്തിയാറിന് അതീതമായതും ചിലതുണ്ടല്ലോ. എന്നാൽ എന്താണ് ദുആഇൻ്റെ ഇജാബത്ത്? ദുആഇൻ്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ദ്വാർന്നതിന് പ്രതിഫലം നൽകലാണ്, അല്ലേ? ദുആക്ക് 4 ഇജാബത്തുണ്ട്. ഒന്ന് ചോദിച്ചത് തരിക, അത് സാധാരണ മനുഷ്യന്മാരും തരില്ലേ? 5000 രൂപ ചോദിച്ചാൽ ചില ആൾക്കാർ 5000 രൂപ തരില്ലേ? ചോദിച്ചതിനേക്കാൾ കൂടുതൽ നൽകുക രണ്ടാമത്തെ ഇജാബത്താണ്. അതും ചില ആൾക്കാർ തരും. 5000 രൂപ ചോദിച്ചാൽ ചിലപ്പോൾ 10000 തന്നു തരും.
ഇനി ചോദിച്ചതിന് പകരം ഒരു ശിക്ഷ തട്ടിക്കളയുക. നമ്മൾ പഠിച്ചനെ 5000 രൂപ തരണേന്ന് ചോദിച്ചു. അപ്പോൾ 5000 രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരുമാറുള്ള ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക. ഇത് വേറെ ആർക്കും തരാൻ പറ്റില്ല, എന്നാലും ഒരാൾ തന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ജോലിക്കാരൻ നമ്മുടെ മേലുദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ മുതലാളിയോട് ശമ്പള വർധനവ് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ശമ്പള വർധനവും തന്നില്ല, പകരം എന്ത് ചെയ്തു? പകരം നമുക്ക് ചിലവുണ്ടാകുന്ന ഒരു കാര്യം ഉപ്പര് ഏറ്റെടുത്തു. നമ്മുടെ ക്യാൻറ്റീൻ്റെ ബില്ലും ഉപ്പര് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അങ്ങനെ ചില മനുഷ്യന്മാർക്ക് ചെയ്തൂടെ? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി ചില മനുഷ്യർക്കും ചെയ്യാം, ഈ ദുആൻ്റെ ഈ 3 ഇജാബത്തിൻ്റെ ഈ ഇനങ്ങളും. എന്നാൽ ദുആ ചെയ്തതിന് പരലോകത്ത് പ്രതിഫലം നൽകാൻ പറയാൻ പറ്റുമോ? അപ്പോൾ ദുആൻ്റെ അടിസ്ഥാനപരമായി ഇജാബത്ത് എന്ന് പറയുന്നത് പരലോകത്തെ പ്രതിഫലമാണ്. ബാക്കിയുള്ളത് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പോൾ ചിലതുണ്ടാകാം, ചിലതുണ്ടാകാതിരിക്കാം. ഏതുപോലെ തന്നെ ചില വിഷയങ്ങൾ ഇഖ്തിയാർ ഉണ്ടാകാം, ചില വിഷയങ്ങൾ ഇഖ്തിയാർ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞ, മുൻകൂട്ടി നിശ്ചയിച്ച, നമുക്ക് ഇഖ്തിയാർ നൽകാത്തൊരു വിഷയം, ആ വിഷയത്തിൽ നമ്മൾ ഒരു ദുആ നടത്തിയെന്ന് വിചാരിക്കുക. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടോ? ദുആറിനതിന് പ്രതിഫലം ഉണ്ടാവും. ദുആറിനതിൻ്റെ പ്രതിഫലമാണ് ദുആറിനതിൻ്റെ ഇജാബത്ത്. ഇനി അള്ളാഹുവിൻ്റെ വിധിയിൽ മാറ്റം വരുത്താൻ പറ്റുമോ? അള്ളാഹു ഓൾറെഡി അറിഞ്ഞതിന് മാറ്റം വരുത്താൻ പറ്റുമോ? അതെന്തുകൊണ്ട് അസാധ്യമാണെന്ന് ചോദിച്ചാൽ, എന്താണ് സംഭവിക്കുക എന്നാണ് അള്ളാഹു അറിയുന്നത്. മനസ്സിലായോ? സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തിക്കൂടെ? കാരണം എന്താണോ തീരുമാനിച്ചത് അതാണ് സ്ക്രിപ്റ്റ്, അതിൽ മാറ്റം വരുത്താം. പക്ഷേ അള്ളാഹുവിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇഖ്തിയാരിയായ വിഷയങ്ങൾ കേട്ടോ. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഇഖ്തിയാറില്ലാത്ത വിധം അള്ളാഹിൻ്റെ തീരുമാനങ്ങളാണ്. ഇന്ന ജനനം, ഇന്ന സമയത്ത് മരണം, ഇന്നതൊക്കെ സംഭവിക്കും, ഇതൊന്നും നമുക്ക് ഇഖ്തിയാറില്ല. നമുക്ക് ഇഖ്തിയാറുള്ള വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മൾ ഭാവിയിൽ തിരഞ്ഞെടുക്കുക എന്ന് എല്ലാ കാലാതീതമായി അറിയുന്ന അള്ളാഹു ഉദ്ദേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ചുരുക്കി മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ചിലത് ചോദിച്ചത് കിട്ടും. അതെങ്ങനെ? ആ ചോദിച്ചത് നൽകണമെന്ന് അള്ളാഹു ഖിദമിലെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലത് ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടും. കാരണമോ ചോദിച്ചതിനേക്കാൾ കൂടുതൽ നൽകണമെന്ന് അള്ളാഹു ഖിദമിലെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചോദിച്ചതിന് പകരം ഒരു പ്രതിഫലം, ഒരു ശിക്ഷ തട്ടിക്കളയും. അതും അള്ളാഹു ഖിദമിലെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കും. ഈ 4 സാധ്യതയിൽ അഖ്ലിയായിട്ടുള്ളൂ. ഒന്നുകിൽ ചോദിച്ചത് കിട്ടുക, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ ഖൈറായത് കിട്ടുക, അല്ലെങ്കിൽ ചോദിച്ചതിന് പകരം ഒരു ഷർറായത് തട്ടിക്കളയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കുക. 5ാമത്തെ ഒരു സാധ്യത ഉണ്ടോ? പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, ഇതെല്ലാം അഖ്ലിയായ സാധ്യതകളുള്ളൂ. അപ്പോൾ ഈ 4 സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, കിട്ടുന്നത് ഒന്നുകിൽ ചോദിച്ചതായിരിക്കും, അല്ലെങ്കിൽ കിട്ടുന്നത് മീൻസ് അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചത്, നമുക്ക് ഇഖ്തിയാറില്ലാതെ അള്ളാഹു നിശ്ചയിച്ചത്. അതൊന്നുകിൽ നമ്മൾ ചോദിച്ചതായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ ഹൈറായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചതിന് പകരം, അല്ലെങ്കിൽ ചോദിക്കാത്ത വിഷയത്തിലുള്ള ഒരു ഷെറ് തട്ടിക്കളയലായിരിക്കും, അല്ലെങ്കിൽ ഇത് ഒന്നുമായിരിക്കില്ല, പരലോകത്തെ പ്രതിഫലമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അറിവ് നമ്മുടെ ഒന്നിനെയും ബാധിക്കുന്നില്ലെന്നും നമുക്ക് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട് ചില വിഷയങ്ങളിലെന്നും ഇഖ്തിയാർ നൽകപ്പെട്ട വിഷയങ്ങളിൽ നാം എന്ത് തീരുമാനിക്കുന്നുവോ അത് മുൻകൂട്ടി സംഭവിക്കട്ടെ എന്ന് ഉദ്ദേശിക്കലാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്നും മനസ്സിലായാൽ വിധിവിശ്വാസത്തിൽ സംശയമില്ല. 15 മിനിറ്റ് ഏറെയായി, ഞാനൊരുപാട് വൈകി. പക്ഷേ നിങ്ങളുടെ ജിജ്ഞാസ നിറഞ്ഞ ഈ കണ്ണുകൾ കാണുമ്പോൾ, ചാർജില്ലാത്ത വിഷമിച്ച ഫോണിനെ കുറിച്ച് ഓർക്കുമ്പോഴും സമയം വൈകിയതിൻ്റെ വേദന കുറച്ചൊക്കെ കുറയുന്നുണ്ട്. ദുആവസിയത്തോടെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.